നാട്ടുവാർത്തയിലേക്ക് വിശദമായി. കോഴിക്കോട് പരപ്പൻപോയിൽ പുന്നശ്ശേരി റോഡ് നവീകരണത്തിന് 47 കോടി അനുവദിച്ച് 5 വർഷം കഴിയുമ്പോഴും തുടർ നടപടിയില്ല. എളേറ്റിൽ കുളിരാന്തിരിയിലെ ഇടുങ്ങിയ പാലം പുതുക്കി പണിയുന്നതും അനിശ്ചിതത്വത്തിലാണ്. ദേശീയപാതയിലെ പരപ്പൻപോയിലിൽ നിന്നും തുടങ്ങി കത്തറമ്പൽ എളേറ്റിൽ വട്ടോളി പാലങ്ങാട് വഴി പുന്നശ്ശേരിയിലെത്തുന്നതാണ് റോഡ്. കിഫ്ബിയിൽ നിന്ന് 2017 46.7 കോടി രൂപയാണ് അനുവദിച്ചത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള എളേറ്റിൽ കുളിരാന്തിരി പാലം പുതുക്കി പണിയാനും പണം വകയിരുത്തിയിട്ടുണ്ട്. ആവശ്യമായ സ്ഥലം വാങ്ങാൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും 1 വർഷത്തോളമായി ഒരു നീക്കവും നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളതിൻ്റെ അങ്ങനെയുള്ള ആ പഴഞ്ചൊല്ലിൻ്റെ ഒരു പ്രധാന ഉദാഹരണം തന്നെയാണിത്. നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ ഒന്നിക്കുകയും ഇത് കുറ്റിയടിച്ച് കൊടുക്കേണ്ടതും ഞങ്ങളെ, അതായത് നാട്ടുകാർ കടമയാണ്. പക്ഷേ ഇതിനെ ആരും എന്താക്കുന്നില്ല, ഗൗരവത്തിലെടുക്കുന്നില്ല. ഇടുങ്ങിയ പാലത്തിൽ അപകടം പതിവാണ്. 2 വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാൻ കഴിയില്ല. റോഡിന്റെ നവീകരണത്തിന് ഭൂമി വിട്ടുകൊടുക്കാൻ ആളുകൾ തയ്യാറാണെങ്കിലും ആവശ്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമൊക്കെ മറന്ന്, ഇതിലൊരു രാഷ്ട്രീയവും ആർക്കുമില്ല, മറന്ന് ഇതിൻ്റെ പ്രവർത്തികൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ടെൻഡറിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും ഒപ്പിടിച്ച് ഏതാണ്ട് ഒരു 85-90% ആളുകൾ ഒപ്പിട്ട് തരാൻ തയ്യാറാണ്. 12 കിലോമീറ്ററിനുള്ളിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുമുണ്ട്. 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നവീകരണം വികസന കുതിപ്പിന് കാരണമാകും. റോഡ് യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് പോരാടാനാണ് ഇവരുടെ തീരുമാനം. ഇത് നാടിൻ്റെ ഒരു ആവശ്യം എന്നുള്ള ഇത് വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കമ്മിറ്റി വിളിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. ഇതിന് ഈ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവും. റോഡിന് തുരങ്കം വയ്ക്കുന്നവരെ തുറന്നു കാണിക്കുമെന്ന് പ്രഖ്യാപിച്ച് ജനകീയ കൂട്ടായ്മ ക്യാമ്പയിൻ തുടങ്ങി. ന്യൂസ് 18 താമരശ്ശേരി. വരൾച്ച കഠിനമായി കൊണ്ടിരിക്കുമ്പോൾ കുടിവെള്ള വിതരണത്തിനായി 5 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ നോക്കുകുത്തിയാകുന്നു. പുനലൂർ താലൂക്കിൽ വിതരണം ചെയ്ത കിയോസ്കുകളാണ് പ്രവർത്തനരഹിതമായത്. വേനൽ കടുത്താൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പുനലൂരിൽ. ജപ്പാൻ കുടിവെള്ള പദ്ധതി പുനലൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുനലൂർ നഗരസഭയിലേക്ക് ലഭിക്കുന്നില്ല. ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം നടത്തിയാണ് കുടിവെള്ള പ്രശ്നത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ 5 വർഷം മുൻപ് ഈ പദ്ധതി നിർത്തലാക്കി പകരം 5000 ലിറ്ററിന്റെ വാട്ടർ കിയോസ്കുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ചതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ശേഖരിക്കുന്നതിനോ പൊതുജനത്തിന് വിതരണം ചെയ്യുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊതുഖജനാവിൽ നിന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുക അവർക്ക് പ്രയോജനകരമായിരിക്കണം. പക്ഷേ നാളിതുവരെയായിട്ട് ഈ വാട്ടർ കിയോസ്കുകളിൽ ഒരു തുള്ളി വെള്ളം ശേഖരിക്കുകയോ അത് വിതരണം ചെയ്യുവാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ 170 ഇടങ്ങളിൽ 170 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു എന്നതൊഴിച്ചാൽ അതിന്മൂലമുള്ള പ്രയോജനങ്ങൾ, അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമായില്ല. അതുമാത്രവുമല്ല, ഇപ്പോഴേ ഈ പറയുന്ന പല കിയോസ്കുകളും അവിടെ കാണാനില്ല. ഇത് കൊടിയ അഴിമതിയാണ്. പുനലൂർ താലൂക്കിൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം ചെയ്തത്. കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതലുള്ള സ്ഥലം കണ്ടെത്തി ഏകദേശം 175ഓളം കിയോസ്കുകളാണ് വിതരണം ചെയ്തത്. ടാങ്ക്, അത് ഘടിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡ്, പൈപ്പ്, മറ്റ് അനുബന്ധ സംവിധാനം ഉൾപ്പെടെ ഏകദേശം ഒരു കിയോസ്കിന് 75,000 രൂപയാണ് ചെലവ്. 1 കോടിയിൽ പുറത്ത് രൂപ ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടും ഒരു പ്രയോജനവും പൊതുജനത്തിനുണ്ടായില്ല. കാലപ്പഴക്കം കൊണ്ട് ടാങ്കുകൾ മിക്കതും പൊട്ടി തകർന്ന അവസ്ഥയിലാണ്. പൈപ്പുകൾ തകരുകയും ടാങ്കുകൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. സ്ഥാപിക്കപ്പെട്ട ഒരു കിയോസ്കിൽ പോലും വെള്ളം നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ന്യൂസ് 18 പുനലൂർ. സമൂഹത്തിനാകെ മാതൃകയായ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇനി. എറണാകുളം ജില്ലയിലെ കടമറ്റത്ത് നിന്നാണ് ഈ കാഴ്ച. പകൽ സമയത്തെ ജോലി തിരക്കുകൾക്ക് ശേഷം വൈകിട്ട് ഒത്തുകൂടി നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണ് ഈ കൂട്ടർ. 1.5 വർഷത്തിനുള്ളിൽ 4 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു കഴിഞ്ഞു കടമറ്റത്തെ ഈ സൗഹൃദ സംഘം. ഇത് കടമറ്റം സൗഹൃദ കൂട്ടായ്മ കൈമാറിയ 4ാമത്തെ വീടാണ്. നാടിനാകെ അഭിമാനമായി ഒരു കൂട്ടം യുവാക്കൾ മാറുമ്പോൾ സ്നേഹത്തിന്റെ കൈത്താങ്ങിൽ ആശ്വാസം കൊണ്ടത് ഭവനരഹിതരായിരുന്ന 4 കുടുംബങ്ങളാണ്. വീടില്ലാതിരുന്ന സുഹൃത്തിന് കിടപ്പാടമൊരുക്കാൻ 10 പേർ ചേർന്ന് തുടങ്ങിവെച്ചതാണ് ഈ പ്രയത്നം. 3 സെന്റ് സ്ഥലം വാങ്ങി ആദ്യത്തെ വീട് പൂർത്തിയാക്കിയതോടെ സൗഹൃദ കൂട്ടായ്മയുടെ വലിപ്പമേറി. ഇന്ന് 140ഓളം അംഗങ്ങളുള്ള സ്നേഹവായ്പാണ് ഈ സംഘം.
മറ്റുള്ള സംഘടനകളിൽ നിന്ന് അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഭവനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രവർത്തകർ തന്നെയാണ്. ഡേയിൽ അവർ സാധാരണ ജോലിക്ക് പോയതിനു ശേഷം നൈറ്റാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. വീട് നിർമ്മാണം ഭൂരിഭാഗവും രാത്രിയിലാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവർ സന്ധ്യാനേരങ്ങളിൽ ഒത്തുകൂടും. ഇരുട്ടിൽ അവർ കല്ലുകൾ ചുമന്ന് സിമന്റ് ഇട്ട് സ്നേഹമതിലുകൾ പണിതുയർത്തും. അധ്യാപകർ, ബിസിനസ്സുകാർ, കരാർ തൊഴിലാളികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് കൂട്ടായ്മയിലുള്ളത്. 3 പെൺകുട്ടികൾ ഉൾപ്പെട്ട നിർധന കുടുംബത്തിന് 900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ കൈമാറ്റമാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. സൗഹൃദ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനം കടമറ്റത്തെ പ്രാന്തപ്രദേശങ്ങളുടെയും ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന കൊണ്ട് നിരവധി ആളുകൾക്ക് വീട് പണിത് കൊടുക്കാനാണ് ഈ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സംഘടനയോടോ പ്രസ്ഥാനത്തിനോടോ പ്രത്യേക മമതയില്ല. രാഷ്ട്രീയം നോക്കിയുള്ള തീരുമാനങ്ങളുമില്ല. ഇന്ന് ഒരു നാട് മുഴുവൻ ഇവർക്ക് പിന്നിലുണ്ട്. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ചികിത്സാ സഹായങ്ങൾക്കും മുൻകൈയെടുക്കുന്നു. ഈ സൗഹൃദ കൂട്ടായ്മ അങ്ങനെ 4 വീടുകൾ കൈമാറി. സ്നേഹത്തണലിലേക്ക് 5ാമതൊരു കുടുംബത്തെ ചേർത്ത് വെക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കടമറ്റത്തെ ഈ കമ്പനിക്കാർ. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ വാർഷികവും ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അധ്യക്ഷയായി. അതോടൊപ്പം സ്കൂളിൽ ആധുനിക രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്ത ലൈബ്രറിയുടെ ഉദ്ഘാടനവും ദീർഘകാലം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരായ നസീമ KPയെയും രമാദേവിയെയും സ്കൂൾ സ്റ്റാഫ് സുരേന്ദ്രൻ നായരെയും ചടങ്ങിൽ ആന്റണി ജോൺ ആദരിച്ചു. ഓഫീസ് സ്റ്റാഫ് ശ്രീ സുരേന്ദ്രൻ നായർ ഉൾപ്പെടെ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതനായ 1.5 വയസ്സുകാരൻ നിർവാണിന് ചികിത്സാ സഹായമൊരുക്കാൻ ക്യാമ്പയിൻ. എറണാകുളം കോതമംഗലം MM കോളേജിൽ ധനസമാഹരണ ക്യാമ്പയിൻ നടത്തി. നിർവാൺ സാരംഗിന് പിച്ച വെച്ച് തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. കോതമംഗലം MA കോളേജ് അസോസിയേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളായ മാർ അത്തനേഷ്യസ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മാർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ, മാർ ബസേലിയസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ധനസമാഹരണ ക്യാമ്പയിൻ. ഡോക്ടർ ലിസ തോമസിന്റെ നേതൃത്വത്തിൽ അപൂർവ രോഗങ്ങളെപ്പറ്റിയുള്ള ക്ലാസും നടന്നു. നിർവാൺ സാരംഗിന് പിച്ച വെച്ച് തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. ഇതുവരെ 4.96 ലക്ഷം രൂപ ലഭിച്ചെന്നും ബാക്കി തുക കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിർവാണിന്റെ അച്ഛൻ. ഇതുവരെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ പറ്റിയത് ഒരു 4.96 ലക്ഷം രൂപയാണ്. ഇനി ഒരുപാട് ദൂരം, അതായത് ഇതിൻ്റെ ചിലവിൻ്റെ ഒരു 26%-27% ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇത് ഒരുപാട് പേരെടുത്ത് എത്തണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേരോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യം ഞങ്ങൾ വന്ന് ഇവിടെ വിന്നി സാറിനോട് പറഞ്ഞപ്പോൾ സാറും അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കോളേജിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഈ ക്യാമ്പയിൻ നടന്ന് അതൊരു സക്സസ് ആകണമെങ്കിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് കുഞ്ഞിന് വേണ്ടി സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് 18 കോതമംഗലം. തീരകപ്പെട്ട മൂർഖൻ പാമ്പിന് വെള്ളം കൊടുത്ത് സംരക്ഷിച്ചിരിക്കുകയാണ് ഗുരുവായൂരിലെ ഫയർഫോഴ്സ് ജീവനക്കാരനായ പ്രജേഷ്. തൃശൂർ ആവിണശ്ശേരി സ്വദേശി സജീഷിന്റെ പറമ്പിലാണ് തീ പടർന്നത്. ഇതണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ജീവനക്കാരാണ് തീരകപ്പെട്ട പിടയുന്ന മൂർഖനെ കണ്ടത്. ഉടനെ പാമ്പിന് തീ കനലുകൾക്കിടയിൽ നിന്നും മാറ്റുകയും കുപ്പിയിൽ വെള്ളം നിറച്ച് പാമ്പിന്റെ തലയിൽ ഒഴിക്കുകയും ചെയ്തു. കുറച്ചുനേരം വെള്ളം ഒഴിപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം പാമ്പിനെ കാട്ടിലേക്ക് മാറ്റി. ഇല്ല, അത് വെള്ളം കിട്ടാൻ ചൂടടിച്ചിട്ടാണ് കരിഞ്ഞു പോയതാ. വെള്ളം ഉണ്ടോ ചേട്ടാ? വെള്ളം കുറച്ചെടുത്തിട്ട്. കോതമംഗലം പരീക്കണ്ണിപ്പുഴയിൽ കൂറ്റംവേലി മുസ്ലിം പള്ളിക്ക് സമീപം സംരക്ഷിക്കേണ്ട ഭിത്തി നിർമ്മാണം തുടങ്ങി. ഉദ്ഘാടനം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല. 15 ലക്ഷം രൂപയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൂറ്റംവേലി ജുമാ മസ്ജിദ് ഇമാം CA മൂസ മൗലവി,
പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസമോൾ ഇസ്മായിൽ, ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TM ആശ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കാണാം കാർഷിക കേരളം. കാസർഗോഡ് പടന്നക്കാട് അനന്തംപള്ളിയിൽ പാടം നിറയെ ഇപ്പോൾ ചീര കൃഷിയാണ്. നെൽകൃഷി ഒഴിയുന്ന പാടത്ത് ഇവരുടെ വരുമാന മാർഗം കൂടിയാണ് ചീര. അനന്തംപള്ളിയിൽ പാടം നിറയെ വളർന്നു നിൽക്കുന്ന ചീര കണ്ടാൽ ആരും കണ്ണെടുക്കില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ. 50 ഏക്കറിലാണ് ഇവിടുത്തെ ചീര വസന്തം. നോക്കെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരകൃഷി ഇവരുടെ വരുമാന മാർഗം കൂടിയാണ്. 6 മാസം വരെ വിളവെടുക്കാവുന്ന ചീരയ്ക്ക് കടും ചുവപ്പ് നിറമാണ്. ഒരു ചീരയിൽ നിന്നും 250 ഗ്രാം വിത്ത് വരെ ലഭിക്കും. 25ഓളം കുടുംബങ്ങളാണ് ചീരകൃഷി നടത്തുന്നത്. ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് വിളവെടുപ്പ് കാലം. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് ഇവിടുത്തെ ചീരകൃഷിക്കുള്ളത്. അതിരാവിലെ ചീരയ്ക്ക് വെള്ളം നനച്ച ശേഷം അവയുടെ തണ്ടുകൾ പൊട്ടിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് പാടത്തെത്തിയ ഭൂരിഭാഗം കർഷകരും. കുഞ്ഞികൃഷ്ണൻ, കാഞ്ചന ദമ്പതികൾ കഴിഞ്ഞ 25 വർഷമായി ചീരകൃഷി മാത്രം നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. ഒരു പുള്ളിക്കുത്തിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മരുന്നടിക്കലില്ല. അപ്പോൾ നമ്മളിന് കുറച്ച് രാവിലെ മറ്റേ നനച്ചു കൊടുക്കും. ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മഞ്ഞ് കൂടുന്ന അവസരത്താണ് ഈ പുള്ളിക്കുത്ത് കാണുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിപണി. ഒരു ദിവസം 300 കെട്ടുകൾ വരെ ഇവർ തയ്യാറാക്കും. കടലോരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ അനന്തംപള്ളം പാടശേഖരത്തിലെത്തിയാൽ ചീരകൃഷിയുടെ അനന്തമായ കാഴ്ചകളും കാർഷിക പാരമ്പര്യത്തെയും അടുത്തറിഞ്ഞു മടങ്ങാം. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം കടവൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മാത്യു കുഴനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീമ സിബി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം റാണിക്കുട്ടി ജോർജ്, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാടൻ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ തിരുനെല്ലി വിത്തുത്സവം സമാപിച്ചു. അപൂർവ കിഴങ്ങുവർഗ്ഗങ്ങളും നെൽവിത്തിനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള. പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണവും വ്യാപനവും ഉറപ്പുവരുത്താനാണ് വിത്തുത്സവം സംഘടിപ്പിച്ചത്. വയനാട് ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ വിത്തുത്സവത്തിന്റെ ഭാഗമായി. അപൂർവ കിഴങ്ങുവർഗ്ഗങ്ങളും നെൽവിത്തിനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താൻ പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയാണ് വിത്തുത്സവം ശ്രദ്ധേയമായത്. ഇത് കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവേകുന്ന തർക്കമില്ല. അതിലുപരി പുതിയ തലമുറ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്നുമായി ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തന മത്സരങ്ങൾ, ചിത്രകലാ മത്സരങ്ങളൊക്കെ തന്നെ അവരോട് അവതരിപ്പിച്ചപ്പോൾ വളരെ ആരോഗ്യകരമായ ചർച്ചകളും പ്രബന്ധ മത്സരങ്ങളും ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നു. എന്തായാലും ശരി, 2021 വിത്തുത്സവം ഒരു വൻ വിജയമാണ്. JLG ഗ്രൂപ്പിന്റെ വനവിഭവശേഖരം, എള്ളുമന്തത്തെ ജൈവ കർഷകൻ PJ മാനുവലിന്റെ അപൂർവ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, ജോൺസൺ മാസ്റ്ററുടെയും പനവല്ലിയിലെ നെല്ല് സംരക്ഷകനായ വിജേഷിന്റെ നെൽവിത്തുകളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ വയനാടൻ അരിയുടെ വിൽപ്പനയും തണലൊരുക്കിയ ഇലക്കറിയുടെ പ്രദർശനവും ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ജൈവ പച്ചക്കറി തൈകളുടെ സ്റ്റാളുകളിലും വൻ ജനപങ്കാളിത്തമായിരുന്നു. ന്യൂസ് 18 തിരുനെല്ലി. കൊല്ലം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ സംഘടിപ്പിച്ച മികവുത്സവം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും ഫയർഫോഴ്സ് പവലിയനുകൾ ഒരുക്കി. പാഠ്യേതര വിഷയങ്ങളിലെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുകയാണ് മികവുത്സവത്തിലൂടെ. ശാസ്ത്ര പരീക്ഷണങ്ങൾ, നിർമ്മാണങ്ങൾ, ശേഖരണ പതിപ്പുകൾ, ചിത്രങ്ങൾ എന്നിവയാണ് ഒരുക്കിയത്. സ്കൂളിലെ ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി പരിഗണിച്ച് അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ച് അത് ഒരു പ്രദർശന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ മികവുത്സവം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കരകൗശല വസ്തുക്കളുടെ പരിശീലനവും ശ്രദ്ധേയമായി.
കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹായത്തോടെ ചലച്ചിത്രോത്സവവും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടന്നു. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുട്ടി പോലും ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എല്ലാ കുട്ടികളും അവരുടേതായ മികവുകൾ, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അവരുടെ മികവുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റാളുകൾ കാണുമ്പോൾ വ്യക്തമാകും. പിന്നീട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതൊരു വലിയ ഉത്സവമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ വിഷയത്തിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും അവർ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു. നാടിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനത്തിന്റെ നാടകാവതരണവും ശ്രദ്ധേയമായി. ഇവിടുത്തെ കുട്ടികളുടെ പ്രദർശനങ്ങൾക്ക് ഉപരിയായി ഫയർഫോഴ്സിൻ്റെയും അതേപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ചില സ്ഥാപനങ്ങൾ കൈത്തറിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ഥാപനം കൈത്തറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ഈ പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു അനുഭവമായി ഈ പ്രദർശനം മാറുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും ഫയർഫോഴ്സും പവലിയനുകൾ ഒരുക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. മികവുത്സവം മേളയിലെ പൈതൃക ശേഖരങ്ങളും ശ്രദ്ധേയമായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളും കാർഷിക ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. വെളിയം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ സംഘടിപ്പിച്ച മികവുത്സവത്തിലെ പൈതൃക പ്രദർശനം ശ്രദ്ധേയമായി. പഴയകാല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചിരുന്ന രീതികളും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകി. എന്താണെന്ന് പോലും അറിയാത്ത സാധനങ്ങൾ പലതുമുണ്ട്. പല കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിശയമാണ്. ഇപ്പം തന്നെ അവിടെ തന്നെ ഈ വെയിറ്റ് തൂക്കുന്ന പണ്ടത്തെ മഞ്ഞ് പോലുള്ള സാധനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ടീച്ചേഴ്സായി ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾക്കും കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ മഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു പണ്ടത്തെ ആൾക്കാർ കളിക്കുന്ന മഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു കളിപ്പെട്ടി ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതും ഞാനൊക്കെ ആദ്യമായിട്ട് കാണുവാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. ടീച്ചേഴ്സിനും ഇത് വളരെയധികം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു അനുഭവമായി തന്നെ. സ്കൂൾ PTA-യുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിലാണ് പൈതൃക വസ്തുക്കൾ ശേഖരിക്കാൻ സാധിച്ചതെന്ന് അധ്യാപകർ പറയുന്നു. ആദ്യം ഇതിൻ്റെ ഒരു ആലോചന നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അതിശയമായിരുന്നു, ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത്. പക്ഷേ എല്ലാ കുട്ടികളും അവരവരുടെ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റാളുകൾ ക്രമീകരിക്കാനായാലും എല്ലാം അവർ സജ്ജരായി കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ടുകാലത്തെ വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും കാണാനും പഠിക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. ഈ പഴയകാല ഉപകരണങ്ങൾ പേര് കേട്ടുള്ളൂ, പക്ഷെ ഇങ്ങനൊരു പരിപാടി സ്കൂളിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത്രയും പഴയ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നല്ല പരിപാടി വെച്ചത് ഞങ്ങൾക്ക് ഒരുപാട് പഴയ കാര്യങ്ങളും പഴയ കളികളെ കുറിച്ചുള്ളതും എല്ലാം അറിയാൻ പറ്റി. പൈതൃക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും എത്തി. ന്യൂസ് 18 കൊട്ടാരക്കര. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കും. ഫെബ്രുവരി 24, 25, 26 തീയതികളിലായി സമ്മേളനം കൊല്ലം C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് AILU ഭാരവാഹികൾ അറിയിച്ചു. വർത്തമാനകാല ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൌണ്ടിൽ സെമിനാർ നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വനിതാ അഭിഭാഷക സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാത്രി നടത്തവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി അറിയിപ്പുകൾ. നാളികേര വികസന ബോർഡും കാർഷിക സർവകലാശാലയും സംയുക്തമായി ഈ മാസം 17-ന് കേരള കർഷക സംഗമവും കാർഷിക സെമിനാറും സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് സംഗമം. വെള്ളാനിക്കര തോട്ടപ്പടിയിലുള്ള സെൻട്രൽ ഓഡിറ്റോറിയത്തിലാണ് സംഗമം. സെമിനാറിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20, 21 തീയതികളിൽ ശുദ്ധമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 17-ന് 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക സർവകലാശാല മണ്ണുത്തി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് ഭക്ഷ്യ സംസ്കരണത്തിന്റെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 9400483754 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ
SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കായി റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. 3 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് മാർച്ചിൽ തുടങ്ങും. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ബിരുദധാരികൾ, ഡിപ്ലോമ, ITI, +2 സയൻസ് എന്നിവയിൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ 0481-235-3127 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. രോഗികൾക്ക് ഭീഷണിയായി കൊച്ചി പൂന്തോട്ടിയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം. KSC-ADC നിർമ്മിച്ച കെട്ടിടത്തിന് ബലക്ഷയമെന്ന റിപ്പോർട്ട്. 6 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ ചുവരുകൾ തൊട്ടാൽ അടർന്നു വീഴും. അശാസ്ത്രീയമായ വയറിംഗ് അപകടങ്ങൾക്ക് കാരണമായേക്കാം. ന്യൂസ് 18 അന്വേഷണം. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന കൊച്ചി പൂത്തോട്ടയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങളാണിത്. സുരക്ഷിതമില്ലാത്ത വയറിംഗ് വൻ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. തൊട്ടാൽ അടർന്നു വീഴുന്ന ചുവരുകൾ. അപ്പോൾ ഇങ്ങനെ ബലക്ഷയമുണ്ട് എന്നുള്ള റിപ്പോർട്ട് നിൽക്കുക. അപ്പോൾ ഇതിനിപ്പോൾ ആർദ്രം മിഷനിൽപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ ആ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ രജിസ്ട്രേഷൻ കൗണ്ടറിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് പൊളിക്കുന്നുണ്ട്. പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടത് ഇവിടെ നമ്മുടെ കൺസീൽഡ് വയറിങ്, പൈപ്പുകളില്ലാതെ വെറുതെ വയർ മാത്രം വലിച്ച അവസ്ഥയിൽ കാണുക. അപ്പം അത് നമ്മളത് നോട്ട് ചെയ്യുമ്പോഴാണ് കാരണം ഇത് വലിയൊരു സുരക്ഷാ പ്രശ്നമാണ്. നാളെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടായി ഇവിടുത്തെ നമ്മുടെ പേഷ്യൻസിനും അതുപോലെ തന്നെ ജീവനക്കാർക്കെല്ലാം അപകടകരമാവുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2014 സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2019 നിർമ്മാണം പൂർത്തിയായി. 32 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനായി പഠനം നടത്തിയപ്പോഴാണ് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത്. ടോക്ക് H നടത്തിയ പഠനത്തിൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഒരു നില കൂടി താങ്ങുന്നതിന് ശേഷിയില്ലെന്നുമായിരുന്നു റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് OP ബ്ലോക്കിലെ അശാസ്ത്രീയമായ വയറിംഗ് കണ്ടെത്തിയത്. ചുമരിൽ നിന്നും ഷോക്കടിക്കുന്നതായി ലാബ് ടെക്നീഷ്യന്മാർ പരാതി അറിയിച്ചിട്ടുമുണ്ട്. പാലാരിവട്ടത്തെ പഞ്ചവടിപ്പാലം നമുക്കറിയാം. അതുപോലെ സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മിതിയിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ് ഇത്. കോടികൾ മുടക്കി സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിച്ച സാമൂഹികാരോഗ്യ കേന്ദ്രമാണ് ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത്. വിശദമായ അന്വേഷണമാണ് ഇനി ആവശ്യം. ക്യാമറമാൻ ഷാഫിയോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. യുവതിക്ക് വൃക്കദാനം ചെയ്ത് വയനാട്ടിലെ CPM നേതാവ്. വയനാട് ചീയമ്പം പള്ളിപ്പടയിൽ മണികണ്ഠനാണ് നാടിന് മാതൃകയാവുന്നത്. DYFI ഇരുളം മേഖലാ സെക്രട്ടറിയാണ് മണികണ്ഠൻ. പുൽപ്പള്ളി ചീയമ്പത്തിന് സമീപമാണ് മണികണ്ഠന്റെ വീട്. 10 വർഷം മുമ്പ് നടന്ന അവയവദാനം മഹാദാനം എന്ന DYFI ക്യാമ്പയിനിൽ സജീവമായിരുന്നു മണികണ്ഠൻ. അന്നു തന്നെ അവയവദാനത്തിനുള്ള സമ്മതപത്രവും നൽകിയിരുന്നു. ഒരു വൃക്കദാനം ചെയ്താലും ഒന്നു മതിയല്ലോ ജീവിക്കാനെന്നാണ് മണികണ്ഠന്റെ പക്ഷം. നമ്മളെപ്പോലുള്ള യുവാക്കള് യുവതികളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങണം. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവയവ മാഫിയ എന്നുള്ളൊരു സംഭവമൊന്നും നിലവിലുണ്ടാവില്ല. കാരണം കൊടുക്കാൻ കഴിയുന്നവരെല്ലാവരും മാക്സിമം ഇതിനെ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് സന്നദ്ധമായിട്ട് ചെയ്യാൻ പറ്റും. കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 37-കാരിക്കാണ് മണികണ്ഠൻ വൃക്ക നൽകിയത്. ഫെബ്രുവരി 4-നായിരുന്നു ശസ്ത്രക്രിയ. ഇരുവൃക്കകളും തകരാറിലായതോടെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയ 2 മക്കളുടെ അമ്മയായ യുവതിക്കാണ് മണികണ്ഠൻ തുണയായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണികണ്ഠൻ വീട്ടിലും. മാർച്ച് 30-നായിരുന്നു ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. യുവതിയുടെ ആരോഗ്യനില മോശമായതോടെ നേരത്തെയാക്കുകയായിരുന്നു. ഇപ്പോഴും 35 വർഷമായിട്ട് ഇത് ഡൊണേറ്റ് ചെയ്ത ആളെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി 35 വർഷമായിട്ട് പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പം 35 വർഷമായി ഡൊണേറ്റ് ചെയ്തിട്ട്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി. കാരണം ഈ സമൂഹത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പം അവരൊക്കെ തന്ന ആത്മവിശ്വാസം ഭയങ്കരമാണ്. കുടുംബാംഗങ്ങൾ സമ്മതിച്ചതോടെ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. അവയവദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കൂടുതൽ ആളുകൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടാൻ കാരണമെന്നാണ് മണികണ്ഠൻ പറയുന്നത്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്.
നെല്ല് സംഭരണത്തിന്റെ തുക കൈമാറാൻ കേരള ബാങ്കിൽ അക്കൌണ്ട് വേണമെന്ന സർക്കാർ നിർദ്ദേശം തള്ളി കർഷകർ. നിലവിൽ കാർഷിക വായ്പകളടക്കം നൽകിയിട്ടുള്ള ബാങ്കുകളിൽ നിന്നും അക്കൌണ്ട് മാറ്റുക പ്രായോഗികമല്ല എന്ന് കർഷകർ പറയുന്നു. അതേസമയം സംഭരിച്ച തുക നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ വെള്ളിയാഴ്ച കളക്ടറേറ്റ് ഉപരോധിക്കും. കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് നെല്ല് സംഭരണത്തിന് പണം ലഭിക്കണമെങ്കിൽ കേരള ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങണമെന്ന നിബന്ധന സർക്കാർ കർഷകർക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. നിലവിൽ ഒരു കർഷകന് 5 ഏക്കർ നിലം മാത്രമാണ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് മുഖാന്തരം സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്യാനാകൂ. കൂടുതൽ ഭൂമിയുള്ള പരമ്പരാഗത കർഷകർ പലരും വീട്ടിലുള്ള മറ്റാളുകളുടെ പേരിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പേരിലുമാണ് ബാക്കിയുള്ള ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭരണത്തിന് തുക വരുന്നതാകട്ടെ ഇവരുടെയൊക്കെ അക്കൌണ്ടുകളിലുമാണ്. ഒറ്റടിക്ക് ഈ അക്കൌണ്ടുകളെല്ലാം തന്നെ കേരള ബാങ്കിലേക്ക് മാറ്റണമെന്ന് സർക്കാർ നിർദ്ദേശം വന്നതോടെ കർഷകർ പ്രതിസന്ധിയിലായി. പല കർഷകർക്കും നിലവിലെ ബാങ്കുകളിൽ വായ്പയടക്കമുണ്ട്. അക്കൌണ്ട് മാറ്റുക എന്നത് ഫലത്തിൽ പ്രായോഗികമല്ല. ഇതോടെ സംഭരിച്ച തുക നൽകാൻ തയ്യാറാകാത്ത സർക്കാർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കർഷകരെ തള്ളിവിടുകയാണ്. സംഭരിച്ച നെല്ലിന്റെ തുക ഇനിയും വൈകിച്ചാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കർഷകർ പറയുന്നു. കർഷകർക്ക് ഒരു കൂട്ടായ്മയില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കർഷകർ സംഘടിക്കത്തില്ല. നെല്ല് വാരുന്നവന് യൂണിയനുണ്ട്, നെല്ല് ചുമക്കുന്നവന് യൂണിയനുണ്ട്, നെല്ലെടുക്കാൻ വരുന്ന മില്ലുകാരന് യൂണിയനുണ്ട്, അവരുടെ ഏജന്റുമാർക്ക് യൂണിയനുണ്ട്, സകല ഫീൽഡിൽ യൂണിയനുണ്ട്. കർഷകർക്ക് മാത്രം യൂണിയനും ഇല്ല, ഒരു ഏകോപനവും ഇല്ല. അതിൻ്റെ ഒരു ഇതാണ് ഇവർ കാണിക്കുന്നത്. ഞങ്ങൾ സംഘടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതിപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. വെള്ളിയാഴ്ച ആലപ്പുഴ കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് പാടശേഖര സമിതികളുടെ തീരുമാനം. കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100-ലധികം പാടശേഖരങ്ങൾക്ക് കീഴിലുള്ള കർഷകർ സമരത്തിൽ അണിനിരക്കും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് കോഴിക്കോട്ട് മാമ്പറ്റയിലെ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് 100 രൂപ നിരക്കിൽ 5000-ഓളം ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി 6 ലക്ഷത്തോളം രൂപ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ രംഗത്ത് 6 വർഷം പിന്നിട്ട മുക്കം മാമ്പറ്റ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ചാലഞ്ച് സംഘടിപ്പിച്ചത്. മുക്കം നഗരസഭയിലെ നിത്യരോഗികളുടെ സർവേ എടുത്ത് ഇതിൽ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് എത്തിച്ചു നൽകാനാണ് ലക്ഷ്യം. ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആംബുലൻസ് വാങ്ങാനും ഉദ്ദേശമുണ്ട്. പദ്ധതിക്കായി 12 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ 6 ലക്ഷം രൂപ ബിരിയാണി ചലഞ്ചിലൂടെയും ബാക്കി തുക മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും കണ്ടെത്തുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. 100 രൂപ നിരക്കിൽ 5000-ഓളം ബിരിയാണിയാണ് പരിപാടിയുടെ ഭാഗമായി വിറ്റത്. നമ്മൾ നിരവധി പുതിയ പദ്ധതികളുമായാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിനായിട്ട് ഒരു ആംബുലൻസ് എത്തുകയാണ്. അതിനുള്ള ഫണ്ട് ശേഖരണം, അതോടൊപ്പം തന്നെ നമ്മൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ സർവേ നടത്തിയിട്ട് ആ വീടുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി മരുന്നുകൾ കുറവുണ്ടെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ പിന്നിലുണ്ട്. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർക്ക് പുറമെ എൻ്റെ മുക്കം, രാഹുൽ ബ്രിഗേഡ്, നാട്ടുകൂട്ടം, നാട്ടരങ്ങ് തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരും VKH MMO വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200-ഓളം പേരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി പാകം ചെയ്തതും വീടുകളിൽ എത്തിച്ചതും. ന്യൂസ് 18 മുക്കം. കൊല്ലം പുനലൂർ അഞ്ചൽ പാതയിൽ മലയോര ഹൈവേയിലെ വിശ്രമ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം 2 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. വിശാലമായ പാർക്കിംഗും മറ്റനുബന്ധ സംവിധാനങ്ങളോടെയുമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിനൊപ്പം കുരുവിക്കോണം വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി 2 വർഷം പിന്നിടുമ്പോൾ വിശ്രമ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിന്റെ കെട്ടിടത്തിന്റെ നടത്തിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത് ഗവൺമെന്റിന് തന്നെ നല്ലൊരു വരുമാനം കിട്ടേണ്ട ഈ സാഹചര്യം ഒഴിവാക്കി ദീർഘനാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ താവളമായി ഈ കെട്ടിടം മാറുന്നത് ആശങ്ക ഉളവാക്കുന്നു ജനങ്ങളിൽ. വിശ്രമ കേന്ദ്രം നടത്തിപ്പ് കുടുംബശ്രീ പ്രവർത്തകർക്ക് കൈമാറുന്ന കാര്യത്തിലും തീരുമാനമായില്ല. മികച്ച വരുമാന മാർഗമായ വിശ്രമ കേന്ദ്രം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിക്കുകയാണ്. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. സമൂഹത്തിനാകെ മാതൃകയായ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇനി. എറണാകുളം ജില്ലയിലെ കടമറ്റത്ത് നിന്നാണ് ഈ കാഴ്ച. പകൽ സമയത്തെ ജോലി തിരക്കുകൾക്ക് ശേഷം വൈകിട്ട് ഒത്തുകൂടി നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് ഇവർ. 1.5 വർഷത്തിനുള്ളിൽ 4 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു കഴിഞ്ഞു കടമറ്റത്തെ ഈ സൗഹൃദ സംഘം.
ഇത് കടമറ്റം സൗഹൃദ കൂട്ടായ്മ കൈമാറിയ 4ാമത്തെ വീടാണ്. നാടിനാകെ അഭിമാനമായി ഒരു കൂട്ടം യുവാക്കൾ മാറുമ്പോൾ സ്നേഹത്തിന്റെ കൈത്താങ്ങിൽ ആശ്വാസം കൊണ്ടത് ഭവനരഹിതരായിരുന്ന 4 കുടുംബങ്ങളാണ്. വീടില്ലാതിരുന്ന സുഹൃത്തിന് കിടപ്പാടമൊരുക്കാൻ 10 പേർ ചേർന്ന് തുടങ്ങിവെച്ചതാണ് ഈ പ്രയത്നം. 3 സെന്റ് സ്ഥലം വാങ്ങി ആദ്യത്തെ വീട് പൂർത്തിയാക്കിയതോടെ സൗഹൃദ കൂട്ടായ്മയുടെ വലിപ്പമേറി. ഇന്ന് 140ഓളം അംഗങ്ങളുള്ള സ്നേഹവായ്പാണ് ഈ സംഘം. മറ്റുള്ള സംഘടനകളിൽ നിന്ന് അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഭവനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രവർത്തകർ തന്നെയാണ്. ഡേയിൽ അവർ സാധാരണ ജോലിക്ക് പോയതിനു ശേഷം നൈറ്റാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. വീട് നിർമ്മാണം ഭൂരിഭാഗവും രാത്രിയിലാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവർ സന്ധ്യാനേരങ്ങളിൽ ഒത്തുകൂടും. ഇരുട്ടിൽ അവർ കല്ലുകൾ ചുമന്ന് സിമന്റിട്ട് സ്നേഹമതിലുകൾ പണിതുയർത്തും. അധ്യാപകർ, ബിസിനസ്സുകാർ, കരാർ തൊഴിലാളികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് കൂട്ടായ്മയിലുള്ളത്. 3 പെൺകുട്ടികൾ ഉൾപ്പെട്ട നിർധന കുടുംബത്തിന് 900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ കൈമാറ്റമാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. സൗഹൃദ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനം കടമറ്റത്തിൻ്റെയും കടമറ്റത്തെ പ്രാന്തപ്രദേശങ്ങളുടെയും ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന കൊണ്ട് നിരവധി ആളുകൾക്ക് വീട് പണിത് കൊടുക്കാനാണ് ഈ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സംഘടനയോടോ പ്രസ്ഥാനത്തിനോടോ പ്രത്യേക മമതയില്ല. രാഷ്ട്രീയം നോക്കിയുള്ള തീരുമാനങ്ങളുമില്ല. ഇന്ന് ഒരു നാട് മുഴുവൻ ഇവർക്ക് പിന്നിലുണ്ട്. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ചികിത്സാ സഹായങ്ങൾക്കും മുൻകൈയെടുക്കുന്നു. ഈ സൗഹൃദ കൂട്ടായ്മ അങ്ങനെ 4 വീടുകൾ കൈമാറി. സ്നേഹത്തണലിലേക്ക് 5ാമതൊരു കുടുംബത്തെ ചേർത്ത് വെക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കടമറ്റത്തെ ഈ കമ്പനിക്കാർ. ന്യൂസ് 18 കൊച്ചി. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പേപ്പർ ചങ്ങല നിർമ്മിച്ച യുവാവ് തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി വിമിൻ വിൻസെന്റ് ആണ് ഡ്രോയിംഗ് പേപ്പറിൽ ചങ്ങല തീർത്തത്. ഡ്രോയിംഗ് പേപ്പറിൽ 10 മണിക്കൂർ കൊണ്ട് 800 മീറ്ററിലധികം ചങ്ങലയാണ് നിർമ്മിച്ചത്. ഗിന്നസ് റെക്കോർഡും ലഹരിക്കെതിരെ ബോധവൽക്കരണവുമാണ് ലക്ഷ്യം. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള ചങ്ങല നിർമ്മാണം. 24 മണിക്കൂർ കൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പേപ്പർ ചങ്ങലയാണ്. ഇത് നേരത്തെ റെക്കോർഡ് 780 മീറ്ററാണ്. ഞാനത് 1 കിലോമീറ്ററായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ പകർത്തിയ ദൃശ്യങ്ങൾ ഗിന്നസ് ബുക്ക് അധികൃതർക്ക് നൽകും. അടുത്ത മാസം ഈ പേപ്പർ ചങ്ങല ഉപയോഗിച്ച് സ്കൂളിലും പരിസരത്തും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തുമെന്നും വിമിൻ പറഞ്ഞു. അമേരിക്കൻ സ്വദേശി ജൂലി മാക്കിനി 11 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച 779.21 മീറ്റർ നീളത്തിലുള്ള പേപ്പർ ചങ്ങലയാണ് നിലവിലെ റെക്കോർഡ്. 18 ഇഞ്ച് നീളത്തിലും 4.5 ഇഞ്ച് വീതിയിലും വെട്ടിയെടുത്ത പേപ്പറിൽ സ്റ്റേപ്ലർ പിൻ ഉപയോഗിച്ച് ഉറപ്പിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ലോക മഹാ അത്ഭുതങ്ങൾ ഡൂഡിൽ ആർട്ടിലൂടെ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി. മാർപ്പാപ്പമാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അവരുടെ ജനനം മുതൽ മരണം വരെയുള്ളവ രേഖപ്പെടുത്തി ആൽബം തയ്യാറാക്കിയതിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയിട്ടുണ്ട്. ന്യൂസ് 18 വിഴിഞ്ഞം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇനി പ്രഭാത കേരളവുമായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പ്രദീപ് പിള്ളയും സുവി വിശ്വനാഥനും ചേരും. അതിലേക്കാണ് ഇനി